ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NIOSൻ്റെ ക്ലാസ് 10ൽ 11ാമത്തെ ചാപ്റ്റർ, ഇംഗ്ലീഷിലെ 11ാമത്തെ ചാപ്റ്റർ മൈ എൽഡർ ബ്രദർ എന്ന ലെസണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ലിയോ ടോൾസ്റ്റോയുടെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലായ ബോയ്ഹുഡ് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ റൈറ്ററിനെ പറ്റി ചിലത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് ലിയോ ടോൾസ്റ്റോയ്. അപ്പോൾ ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്നത് എക്കാലത്തെയും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റഷ്യൻ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷം 1828 ആണ്, മരണം 1910 അപ്പോൾ അദ്ദേഹം നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പ്ലേ റൈറ്റ്, അതായത് നാടകകൃത്ത്, എസ്സേയിസ്റ്റ്, ഈ നിലകളിലെല്ലാം വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പേരുകേട്ട ബുക്സ് എന്ന് പറഞ്ഞാൽ വാർ ആൻഡ് പീസ്, അതായത് യുദ്ധവും സമാധാനവും, പിന്നെ അന്ന കരാനിന, പിന്നെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്സ്. അപ്പോൾ അതിനകത്ത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ ഗാന്ധിജിയെ വളരെയധികം ഇൻസ്പയർ ചെയ്യുകയും ആ ബുക്കിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഗാന്ധിജി നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയത് തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പോൾ ഈ ചാപ്റ്റർ മൈ എൽഡർ ബ്രദർ ബൈ ലിയോ ടോൾസ്റ്റോയ്. അപ്പോൾ ഞാൻ നമ്മുടെ NIOSൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ കോഴ്സ് മെറ്റീരിയൽ നോക്കിയാണ് വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ചിൽഡ്രൻ എൻജോയ് ലിസണിങ് ടു സ്റ്റോറീസ്. കുട്ടികൾ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഹാവ് യു എവർ ലിസൺ ടു ബെഡ് ടൈം സ്റ്റോറീസ് ടോൾഡ് ബൈ യുവർ ഗ്രാൻഡ് പേരൻസ് ഓർ പേരൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസോ പറഞ്ഞു തന്ന ബെഡ് ടൈം സ്റ്റോറീസ് കേട്ടിട്ടുണ്ടോ? അഡൾട്ട്സ് എൻജോയ് റീഡിങ് സ്റ്റോറീസ്. എന്നാൽ മുതിർന്നവരാണെങ്കിൽ കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇൻസ്പൈറ്റ് ഓഫ് അവർ ബിസി റുട്ടീൻ വി ലൈക്ക് ടു സ്നാച്ച് സം ടൈം ടു റീഡ് സ്റ്റോറീസ് ആസ് എ പാസ് ടൈം. അപ്പോൾ മുതിർന്നവരൊക്കെയും എത്ര ബിസി ആണെങ്കിലും കുറച്ച് സമയം നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി കഥകൾ വായിക്കാറുണ്ട്. The short story is one of the most exciting and important literary forms. അപ്പോൾ ചെറുകഥ എന്ന് പറയുന്നത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹിത്യശാഖയാണ്. A short story is brief and often has an unexpected ending. ഇപ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ചെറുതായിരിക്കും, അതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസാനമായിരിക്കും ഉണ്ടായിരിക്കുക. മൈ എൽഡർ ബ്രദർ ഈസ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് 2 brothers. അപ്പോൾ ഈ കഥ മൈ എൽഡർ ബ്രദർ എന്ന് പറയുന്നത് ഒരു ചെറുകഥയാണ്, 2 സഹോദരങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, ഇത് ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരാൾ നമ്മുടെ ലിയോ ടോൾസ്റ്റോയ് തന്നെയാണ്. അതായത് ലിയോ ടോൾസ്റ്റോയ് തൻ്റെ മൂത്ത ബ്രദറിനെ പറ്റി, ചേട്ടനെ പറ്റിയിട്ടാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. How they initially relate to each other and how a change comes about in their behavior as the story develops. അപ്പോൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത് അവർ ആദ്യം എങ്ങനെ അവർ എല്ലാ കാര്യവും ഒരുപോലെ ചെയ്തിരുന്നു, അവർ ഒരുപോലെ ആയിരുന്നു, പിന്നീട് ഒരു സമയത്ത് അവർ തമ്മിലൊരു ഡിഫറൻസ് വരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു കഥയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ കഥയുടെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതോടൊപ്പം നമുക്ക് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ കഥ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. അനലൈസ് ദ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ 2 characters ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ കഥയിലെ 2 ക്യാരക്ടേഴ്സ്, അതായത് 2 കഥാപാത്രങ്ങളുടെ പെരുമാറ്റവും അവരുടെ സമീപനവും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, എക്സ്പ്ലെയിൻ ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ സിബ്ലിങ്സ്. അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തേത്, റെക്കഗ്നൈസ് ദ
the importance of forgiveness in relationships and inculcate it in daily behavior. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഫോർഗിവ്നെസ് അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക, മാപ്പ് കൊടുക്കുക, ഈ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ ആൻഡ് ഇൻകൾക്കേറ്റ്, അതായത് നമ്മൾ അത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ കാണിക്കാനും പഠിക്കുന്നു. ഇറ്റ് ഇൻ ഡെയിലി ബിഹേവിയർ. അടുത്ത പോയിന്റ്, ഐഡൻറ്റിഫൈ നൗൺ ക്ലോസസ് ആൻഡ് ഡിഫൈൻ ദർ ഫങ്ഷൻസ്. അതായത് ഗ്രാമറിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നൗൺ ക്ലോസുകളെ പറ്റിയിട്ടാണ്. അടുത്ത പോയിന്റ്, റെക്കോർഡ് സിഗ്നിഫിക്കൻറ്റ് എക്സ്പീരിയൻസസ് ഇൻ എ ഡയറി ഓർ എ ലേണിംഗ് ജേർണൽ. അപ്പോൾ റൈറ്റിംഗ് സെഷനിൽ നമ്മൾ ഡയറി റൈറ്റിംഗ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഒരു ജേർണൽ ലേണിംഗ്, ഒരു ജേർണൽ വായിക്കുക, അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിലേക്ക് പോകാം. It was only a year and some months, I was only a year and some months younger than Valodia. We grew up, studied and played together. അപ്പോൾ ലിയോ ടോൾസ്റ്റോയ് പറയുകയാണ്, ഞാൻ ഒരു വയസ്സും കുറച്ച് മാസങ്ങൾക്ക് മാത്രവുമായിരുന്നു എൻ്റെ ബ്രദറിനേക്കാളും ഇളയത്. അതായത് എൻ്റെ ബ്രദർ എന്നേക്കാൾ ഒരു വയസ്സിനും കുറച്ച് മാസങ്ങൾക്കും മൂത്തതായിരുന്നു. അപ്പോൾ ടോൾസ്റ്റോയുടെ ബ്രദറിൻ്റെ പേര് വലോദ്യ എന്നായിരുന്നു. വി ഗ്രൂ അപ്പ്, സ്റ്റഡീഡ് ആൻഡ് പ്ലേഡ് ടുഗെദർ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് വളർന്നത്, ഞങ്ങൾ പഠിക്കുന്നതും ഒരുമിച്ചായിരുന്നു. ആൻഡ് പ്ലേഡ് ടുഗെദർ, കളിക്കുന്നതും ഒരുമിച്ച് തന്നെയായിരുന്നു. നോ ഡിസ്റ്റിങ്ഷൻ ഓഫ് എൽഡർ ആൻഡ് യങ്ങർ വാസ് മെയ്ഡ് ബിറ്റ്വീൻ അസ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരാൾ മൂത്തതാണ്, ഒരാൾ ഇളയതാണ്, അങ്ങനെയുള്ള വേർതിരിവൊന്നും തന്നെ ഇല്ലായിരുന്നു. ബട്ട് ജസ്റ്റ് അബൌട്ട് ദ ടൈം ഐ എം സ്പീക്കിംഗ് ഓഫ്, I began to realize that I was no companion for him, either in age, in interest or in ability. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന സമയം മുതൽ, അതായത് ഒരു സമയത്ത് എനിക്ക് തോന്നി, ഐ ബിഗാൻ ടു റിയലൈസ്, ഞാൻ തിരിച്ചറിഞ്ഞു, ദാറ്റ് ഐ വാസ് നോ കമ്പാനിയൻ ഫോർ ഹിം, ഞാൻ അവന്, അതായത് എൻ്റെ ബ്രദറിന് ഒട്ടും ചേർന്നവനല്ല, അല്ലെങ്കിൽ ഒട്ടും ഒരു കൂട്ട് ആവാൻ പറ്റിയ ആളല്ല എന്ന് എനിക്ക് തോന്നി. ഐദർ ഇൻ ഏജ്, പ്രായത്തിലോ, ഇൻട്രസ്റ്റ് താല്പര്യങ്ങളിലോ, എബിലിറ്റീസ് കഴിവുകളിലോ. ഇറ്റ് ഈവൻ സീം ടു മീ ദാറ്റ് വലോദ്യ ഹിംസെൽഫ് വാസ് അവെയർ ഓഫ് ഹിസ് സുപ്പീരിയോറിറ്റി ആൻഡ് വാസ് പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നി, എന്താണ് തോന്നിയത്? വലോദ്യ ഹിംസെൽഫ് വാസ് അവെയർ ഓഫ് ഇറ്റ്, വലോദ്യയ്ക്ക് അത് തോന്നിക്കാണുമെന്നും വലോദ്യ എന്നെക്കാളും സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വലോദ്യ എന്നെക്കാട്ടിലും മഹിമയുള്ളവനാണെന്നും ആ കാര്യത്തിൽ അവന് വളരെ അഭിമാനമുണ്ടെന്നും ഒക്കെ എനിക്കിങ്ങനെ വെറുതെ തോന്നി. ഇതൊക്കെ തോന്നലുകളായിരുന്നു. അടുത്ത സെൻറ്റൻസ്, ദിസ് ഐഡിയ ഇറ്റ് മേ ഹാവ് ബീൻ എ റോങ് വൺ. ഇപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ആശയം അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. വാസ് ഇൻസ്പയർഡ് ബൈ my vanity which suffered every time I came in contact with him. അപ്പോൾ ഈ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാൻ കാരണം എൻ്റെ വാനിറ്റി ആയിരിക്കും. ഇവിടെ വാനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ദുരഭിമാനത്തിനെയാണ്. അപ്പോൾ എൻ്റെ ദുരഭിമാനം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായത്. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ബ്രദറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ എനിക്ക് ആ തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതായത് അവൻ എന്നെക്കാട്ടിലും കഴിവുള്ളവനാണെന്നും അവന് എന്നെക്കാട്ടിലും നല്ല നല്ല സ്വഭാവങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. അടുത്ത സെൻറ്റൻസ്, ഹി വാസ് ബെറ്റർ ദാൻ മീ ഇൻ എവ്രിതിങ്. അവൻ എല്ലാ കാര്യങ്ങളിലും എന്നെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു. അറ്റ് ലെസൺസ്, ഇൻ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഇൻ മാനേഴ്സ്. പഠിക്കുന്നതിലും തർക്കിക്കുന്നതിലും പെരുമാറ്റത്തിലും ഒക്കെ അവൻ എന്നെക്കാട്ടിലും മിടുക്കുള്ളവനായിരുന്നു. ആൻഡ് ഓൾ ദിസ് ടുക്ക് മീ ഫാദർ ഫ്രം ഹിം ആൻഡ് കോസ്റ്റ് മീ മോറൽ ആംഗ്വിഷ് വിച്ച് ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു തോന്നൽ എന്നെ അവനിൽ നിന്നും അകറ്റി. ടുക്ക് മീ ഫാർദർ ഫ്രം ഹിം ആൻഡ് കോസ്റ്റ് മീ മോറൽ ആംഗ്വിഷ്. ആംഗ്വിഷ് എന്ന് പറഞ്ഞാൽ ഒരു വേദന എന്നാണ് അർത്ഥം. മോറൽ ആംഗ്വിഷ് അതായത് ഒരു മാനസികമായിട്ട് എനിക്ക് വളരെ ഒരു വേദന തോന്നി. വിച്ച് ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എന്തിനാണ് എനിക്കങ്ങനെ തോന്നുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. വെൻ വലോദ്യ വാസ് ഗിവൺ എ ടക്ഡ് ലിനൻ ഷർട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം
ഐ വാസ് അൺഹാപ്പി ഫോർ നോട്ട് ഹാവിങ് എ ഷർട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ വലോദ്യ ടോൾസ്റ്റോയേക്കാളും മുതിർന്നതായിരുന്നല്ലോ. അപ്പോൾ വലോദ്യയ്ക്ക് ആദ്യമായിട്ട് ടക്ക് ചെയ്യാൻ പറ്റുന്ന ഷർട്ട്, അതായത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ട് വാങ്ങി കൊടുത്തപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. കാരണം എനിക്ക് അങ്ങനെ ഒരു ഷർട്ട് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് ദുഃഖം തോന്നി. അടുത്ത സെൻറ്റൻസ്, ഐ ആം ഷുവർ I would have felt happier if I was convinced that every time he arranged his collar, it was not done to annoy me. അപ്പോൾ ഈ ടോൾസ്റ്റോയ് പറയാണ്, ഐ വുഡ് ഹാവ് ഫെൽറ്റ് ഹാപ്പിയർ, എനിക്ക് സന്തോഷം തോന്നുമായിരുന്നു, ഇഫ് ഐ വാസ് കൺവിൻസ്ഡ്, എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ സ്വയം ബോധ്യപ്പെടുകയാണെങ്കിൽ, ദാറ്റ് എവ്രി ടൈം ഹി അറേഞ്ച്ഡ് ഹിസ് കോളർ, എൻ്റെ ബ്രദർ ഇടയ്ക്കിടയ്ക്ക് കോളറൊക്കെ ഇങ്ങനെ നേരെയാക്കി വെക്കുന്ന സമയത്ത് അത് എന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ല അവനത് ചെയ്യുന്നത് എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ടോൾസ്റ്റോയ്ക്ക് തൻ്റെ ബ്രദറിനോട് തോന്നിയ ഒരു ചെറിയൊരു അസൂയയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫീലിങ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്, വാട്ട് ടോർമെന്റഡ് മീ മോസ്റ്റ് വാസ് ദാറ്റ് ഇറ്റ് സംടൈംസ് സീംഡ് ടു മീ വലോദ്യ അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻസൈഡ് മീ ബട്ട് ട്രൈഡ് ടു ഹൈഡ് ഇറ്റ്. എന്നാൽ എനിക്ക് ഏറ്റവും ടോർമെന്റഡ് എന്ന് പറഞ്ഞാൽ പീഡനം തോന്നിയത്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് എന്തായിരുന്നു? ദാറ്റ് ഇറ്റ് സംടൈംസ് സീംഡ് ടു മീ വലോദ്യ അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻസൈഡ് മീ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്ന് വലോദ്യയ്ക്ക് മനസ്സിലായി കാണും എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. എന്നിട്ട് വലോദ്യ അത് മനഃപൂർവ്വം മനസ്സിലായി എന്ന് കാണിക്കാത്തതാണ്, അവൻ ഹൈഡ് ചെയ്യുന്നതാണ് എന്നെനിക്ക് തോന്നിയപ്പോൾ എനിക്കത് കൂടുതൽ വിഷമമായി, വലിയൊരു ബുദ്ധിമുട്ടായിട്ടായിരുന്നു ആ ഒരു ഫീലിംഗ് തോന്നിയത്. അടുത്ത സെൻറ്റൻസ്, ബട്ട് പെർഹാപ്സ് മൈ സെൻസിറ്റീവ്നെസ് ആൻഡ് ടെൻഡൻസി ടു അനലൈസ് ഡിസീവ്ഡ് മീ ഇൻ ദിസ് കേസ്. എന്നാൽ ഒരു പക്ഷേ എൻ്റെ സെൻസിറ്റീവ്നെസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. ആൻഡ് ടെൻഡൻസി ടു അനലൈസ്, അതായത് മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള എൻ്റെ ഒരു കഴിവ് എന്നെ സ്വയം ഡിസീവ് ചെയ്യുന്നതായിരിക്കാം. അതായത് ഡിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. അതായത് ഇത് വെറും തോന്നലായിരുന്നു എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അടുത്ത സെൻറ്റൻസ്, ഇറ്റ് മേ ബി വലോദ്യ ഡിഡ് നോട്ട് ഫീൽ അറ്റ് ഓൾ ആസ് ഐ ഡിഡ്. ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഈ തോന്നലുകൾ ഒന്നും തന്നെ വലോദ്യയ്ക്ക് ഉണ്ടായിരുന്നിരിക്കുമായിരുന്നില്ല. ഹി വാസ് impulsive and his enthusiasm in different hobbies did not last long. അപ്പോൾ he was impulsive എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ള ഒരാളായിരുന്നു എൻ്റെ ബ്രദർ. ആൻഡ് ഹിസ് enthusiasm in different hobbies, പല ഹോബികളിൽ അവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ താല്പര്യങ്ങളൊന്നും അധികകാലം നീണ്ടു പോയിരുന്നുമില്ല. അടുത്ത പാരഗ്രാഫ്, he would suddenly develop a passion for pictures. ചിലപ്പോൾ അവന് ചിത്രങ്ങളിലായിരിക്കും അവൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ അഭിനിവേശം എന്നാണ് അർത്ഥം. himself take up painting, അവൻ ചിലപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. spent all his money buying them and beg them of his drawing master, of papa and of grandmama. അപ്പോൾ ചിലപ്പോഴൊക്കെ അവൻ പെയിൻറ്റിങ്ങിൽ താല്പര്യം കാണിക്കുകയും കയ്യിലുള്ള കാശൊക്കെ കൊടുത്ത് പുതിയ ചിത്രങ്ങൾ വാങ്ങിക്കുകയും പിന്നെ ഡ്രോയിങ് മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ ചോദിച്ച് വാങ്ങുകയും അച്ഛൻ്റെ കയ്യിൽ നിന്നും ഗ്രാൻഡ് മദറിൻ്റെ കയ്യിലും ഒക്കെ ഉള്ള ചിത്രങ്ങൾ അവൻ വാങ്ങി വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. Then it would be a craze for curios to decorate his table. ചിലപ്പോഴൊക്കെ അവൻ്റെ ക്രേസ് അല്ലെങ്കിൽ അവൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്നത് ക്യൂരിയോസ് അല്ലെങ്കിൽ കൗതുക വസ്തുക്കൾ കളക്ട് ചെയ്ത് അവൻ്റെ ടേബിൾ നിറച്ച് വെക്കുക എന്നുള്ളതായിരിക്കും ചില സമയത്ത് അവൻ്റെ ഒരു ഇഷ്ടം. അടുത്ത സെൻറ്റൻസ്, ഓർ എ മാനിയ ഫോർ നോവൽസ് which he obtained on the sly and read all day and night. എന്നാൽ ചില സമയത്ത് അവൻ്റെ ഭ്രാന്ത്, മാനിയ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭ്രാന്താണ്. മാനിയ ഫോർ നോവൽസ്, അതായത് നോവലുകൾ വായിക്കുന്നത് ചില സമയത്ത് അവൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. വിച്ച് ഹി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ലൈ
അത് അവൻ ഓൺ ദ സ്ലൈ എന്ന് പറഞ്ഞാൽ രഹസ്യമായി എന്നാണ് അർത്ഥം. അവൻ രഹസ്യമായി അവൻ ഡെവലപ്പ് ചെയ്തൊരു ഹാബിറ്റാണത്. ആൻഡ് റെഡ് ഓൾ ഡേ ആൻഡ് നൈറ്റ്. അങ്ങനെ രാത്രിയും പകലും ഒക്കെ മുഴുവൻ സമയവും അവൻ വായനയിൽ മുഴുകുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, ഐ കുഡ് നോട്ട് ഹെൽപ്പ് ബീങ് ഇംപ്രസ്ഡ് ബൈ ഹിസ് ഹോബീസ് ബട്ട് ഐ വാസ് ടു പ്രൗഡ് ടു ഇമിറ്റേറ്റ് ഹിം ആൻഡ് too young and not independent enough to choose a hobby for myself. എന്നാൽ എൻ്റെ ഈ ബ്രദറിൻ്റെ ഈ ഹോബീസിലൊക്കെ ഞാൻ വളരെ ആകൃഷ്ടനായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനൊരു ഹോബി തുടങ്ങാനായിട്ട് എനിക്ക് പറ്റുന്നുമില്ല. കാരണം ഞാൻ അവൻ്റെ അത്ര മുതിർന്നതായിരുന്നില്ല. അതുകൊണ്ട് ഐ വാസ് ടു യങ് ആൻഡ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഇനഫ് ടു ചൂസ് എ ഹോബി. എനിക്ക് അതുപോലൊരു ഹോബി തിരഞ്ഞെടുക്കാനായിട്ട് ഒരു സ്വാതന്ത്ര്യവും എനിക്ക് തോന്നിയിരുന്നില്ല. അടുത്ത സെൻറ്റൻസ്, ഐ envied so much as Valodia's happy large-heartedness which showed itself most strikingly when we quarreled. എനിക്ക് ഏറ്റവും എൻവി എന്ന് പറഞ്ഞാൽ അസൂയ, കുശുമ്പ് എന്നൊക്കെയാണ് അർത്ഥം. എനിക്ക് ഏറ്റവും അസൂയ തോന്നിയ വലോദ്യയുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും കൂടി തല്ലുകൂടുന്ന സമയത്തൊക്കെ വലോദ്യ ഒരു ലാർജ് ഹാർട്ടഡ്നെസ് അല്ലെങ്കിൽ വിശാല മനസ്സ് കാണിക്കുമായിരുന്നു. അതായത് ചെറിയ ബ്രദർ ഇപ്പം അവൻ വാശി കൂടുതൽ കാണിച്ചാലും വലോദ്യ അതൊക്കെ വിട്ടുകൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ലാർജ് ഹാർട്ടഡ്നെസ്സിലാണ് ലിയോ ടോൾസ്റ്റോയ്ക്ക് ഏറ്റവും അധികം കുശുമ്പ് തോന്നിയിരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ലിയോ ടോൾസ്റ്റോയ്ക്ക് അല്ലെങ്കിൽ ഓതറിന് അതുപോലെ വിട്ടുകൊടുക്കാനുള്ള വിശാല മനസ്സ് ഇല്ലായിരുന്നു. അടുത്ത സെൻറ്റൻസ്, വൺസ് when his passion for ornaments was at its height, I went up to his table and accidentally broke an empty bright-colored little scent bottle. അപ്പോൾ ഒരിക്കൽ എൻ്റെ ബ്രദറിൻ്റെ പാഷൻ, അവൻ്റെ അഭിനിവേശം എന്ന് പറഞ്ഞത് ഓർണമെൻറ്റ്സിനോടായിരുന്നു. അതായത് പലതരം കൗതുക വസ്തുക്കൾ അല്ലെങ്കിൽ ആഭരണങ്ങളോടൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ടേബിളിൻ്റെ അടുത്ത് പോയി അറിയാതെ ആക്സിഡൻ്റലി ബ്രോക്ക് ആൻ എംപ്റ്റി ബ്രൈറ്റ് കളേർഡ് ലിറ്റിൽ സെൻറ്റ് ബോട്ടിൽ. ഒരു സെൻറ്റ് ബോട്ടിൽ എൻ്റെ കൈ തട്ടി താഴെ വീണ് പൊട്ടി. ഹൂ ആസ്ക് യു ടു ടച്ച് മൈ തിങ്സ് ഡിമാൻഡഡ് വലോദ്യ കമ്മിങ് ഇൻ ടു ദ റൂം. അപ്പോൾ വലോദ്യ ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ആര് പറഞ്ഞു എൻ്റെ സാധനങ്ങളിൽ തൊടാൻ? അടുത്ത സെൻറ്റൻസ്, coming into the room and seeing how I had upset the symmetry of the different treasures on his table. അതായത് ഭംഗിയായി അടുക്കി ആ ടേബിളിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റിമറിച്ചതിൽ വലോദ്യയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. ആൻഡ് where is the scent bottle you must have എന്ന് പറഞ്ഞിങ്ങനെ നിർത്തി. അതായത് എൻ്റെ സെൻറ്റ് ബോട്ടിൽ എവിടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ടോൾസ്റ്റോയ് തിരിച്ച് മറുപടി കൊടുത്തു, ഐ നോക്ക്ഡ് ഇറ്റ് ഓവർ ബൈ ആക്സിഡൻറ്റ് ആൻഡ് ഇറ്റ് ബ്രോക്ക്. ഞാനത് അറിയാതെ എൻ്റെ കൈ തട്ടി അത് താഴെ വീണ് പൊട്ടിപ്പോയി. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? അതുകൊണ്ട് ഇപ്പം എന്താ എന്ന് ചോദിച്ചു. അടുത്തത്, ഡു മീ ദ ഫേവർ നെവർ ഡെയർ ടച്ച് മൈ തിങ്സ് അഗെയിൻ, ഹി സെഡ്, പുട്ടിംഗ് ദ പീസസ് ഓഫ് ബ്രോക്കൺ ഫ്ലാസ്ക് ടുഗെദർ ആൻഡ് ലുക്കിംഗ് അറ്റ് ദം സോറോഫുള്ളി. അപ്പോൾ വലോദ്യ എനിക്കൊരു സഹായം ചെയ്തു തരണം, മേലാൽ എൻ്റെ സാധനങ്ങളിൽ വന്ന് തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ വളരെ ദുഃഖത്തോടു കൂടി പെറുക്കിയെടുത്തു. അടുത്ത സെൻറ്റൻസ്, ആൻഡ് യു പ്ലീസ് ഡോണ്ട് ഇഷ്യൂ ഓർഡേഴ്സ്, ഐ റിറ്റോർട്ടഡ്. അപ്പോൾ തന്നെ നമ്മുടെ ടോൾസ്റ്റോയി ഒരു ചുട്ട മറുപടി തിരിച്ചു കൊടുത്തു. റിറ്റോർട്ടഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി കൊടുക്കുക എന്നാണ് അർത്ഥം. എന്തായിരുന്നു മറുപടി കൊടുത്തത്? ആൻഡ് യു പ്ലീസ് ഡോണ്ട് ഇഷ്യൂ ഓർഡേഴ്സ്, നീ എനിക്ക് ഓർഡർ ഒന്നും തരണ്ട എന്നാണ് തിരിച്ച് പറഞ്ഞത്. ദാറ്റ്സ് ഓൾ, അത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്തത്, യെസ് ഇറ്റ്സ് നത്തിങ് ടു യു ബട്ട് ഇറ്റ് ഡസ് മാറ്റർ ടു മീ, pursued Valodia, jerking his shoulder, a gesture he had inherited from Papa. അപ്പോൾ നമ്മുടെ വലോദ്യ തിരിച്ചു പറഞ്ഞു, നിനക്കിതൊന്നും വലിയ കാര്യമായിരിക്കില്ല. പെർസ്യൂഡ് വലോദ്യ കണ്ടിന്യൂ ചെയ്തു. ജേർക്കിംഗ് ഹിസ് ഷോൾഡർ, തോളുകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട്, ആ ഒരു ഷോൾഡർ ഇളക്കുന്ന ആ ഒരു ഹാബിറ്റ് അവന് ഞങ്ങളുടെ ഫാദറിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട്
ഹി ഗോസ് ഓൺ ആൻഡ് ബ്രേക്സ്, എന്നിട്ട് വലോദ്യ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഹി ഗോസ് ഓൺ ആൻഡ് ബ്രേക്സ് ഇറ്റ് ആൻഡ് ദെൻ ലാവ്സ് ദ നാസ്റ്റി ലിറ്റിൽ ബ്രാറ്റ്. അപ്പോൾ വലോദ്യ അവനെ ചീത്ത പറയുകയാണ്. അവൻ വരും, എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കും, എന്നിട്ട് ചിരിക്കുകയും ചെയ്യും. ദ നാസ്റ്റി ലിറ്റിൽ ബ്രാറ്റ്, അതായത് നാസ്റ്റി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട എന്നാണ് അർത്ഥം. ബ്രാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നാണ് അർത്ഥം. അതിനുശേഷം നമ്മുടെ ടോൾസ്റ്റോയ് തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. ഐ ആം എ ലിറ്റിൽ ബ്രാറ്റ് ആൻഡ് യു ആർ ബിഗ് ബട്ട് യു ആർ സ്റ്റുപ്പിഡ്. അപ്പോൾ ബ്രദർ തിരിച്ചു പറഞ്ഞു, അതെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, പക്ഷെ നീ വലിയവനുമാണ്, നീ ഒരു സ്റ്റുപ്പിഡുമാണ് എന്ന് തിരിച്ചു പറഞ്ഞു. അതിനുശേഷം I am not going to quarrel with you, said Valodya, giving me a slight push. Go away. അതിനുശേഷം വലോദ്യ പറഞ്ഞു, ഞാൻ നിന്നോട് വഴക്കിടാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോൾസ്റ്റോയെ ചെറിയൊരു ഉന്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഗോ അവേ, പോകാൻ പറഞ്ഞു. അപ്പോൾ ടോൾസ്റ്റോയ് തിരിച്ചു പറഞ്ഞു, ഡോണ്ട് പുഷ്, എന്നെ പിടിച്ച് ഉന്തരുത്, ഗെറ്റ് അവേ. തിരിച്ച് അതുപോലെ രണ്ടുപേരും തമ്മിൽ ഒരു ഉന്തും തള്ളും, ഗെറ്റ് അവേ. ഡോണ്ട് പുഷ്, ഐ ടെൽ യു, ഞാൻ പറഞ്ഞു എന്നെ പുഷ് ചെയ്യരുത്. അതിനുശേഷം വലോദ്യ took my word and tried to drag me away from the table. അപ്പോൾ വലോദ്യ എന്ത് ചെയ്തു? തൻ്റെ ബ്രദറിനെ ആ ഒരു ടേബിളിൽ നിന്ന് വലിച്ചു മാറ്റാൻ നോക്കി. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചു മാറ്റുക എന്നാണ് അർത്ഥം. But I was beside myself by now. I got hold of the leg of the table and tipped it over. അപ്പോൾ എന്താ ചെയ്തത്? ടോൾസ്റ്റോയ് അവിടെ നിന്ന് മാറിയില്ല. അതിന് പകരം ആ ടേബിളിൻ്റെ കാലിൽ മുറുകെ പിടിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ടേബിള് മറിഞ്ഞു. There now and all his china and glass ornaments crashed to the floor. അപ്പോൾ ആ ടേബിളിൻ്റെ മേളിലിരുന്ന ആ ഒരു ചൈനീസ് പാത്രങ്ങളും ഓർണമെൻറ്റ്സും എല്ലാം താഴെ വീണ് പൊട്ടിച്ചിതറി. യു ഡിസ്ഗസ്റ്റിംഗ് ലിറ്റിൽ ബോയ്. അപ്പോൾ വലോദ്യ പറയുകയാണ്, ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുപ്പ് ഉളവാക്കുന്ന എന്നാണ് അർത്ഥം. യു ഡിസ്ഗസ്റ്റിംഗ് ലിറ്റിൽ ബോയ്, ക്രൈഡ് വലോദ്യ, ഉറക്കെ പറഞ്ഞു. ട്രൈങ് ടു സേവ് സം ഓഫ് ഹിസ് ഫാളിംഗ് ട്രഷേഴ്സ്. അപ്പോൾ വലോദ്യ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ട്രഷേഴ്സ്, നിധികൾ ചിലതൊക്കെ പൊട്ടിപ്പോവാതെ പിടിച്ചുകൊണ്ട് വലോദ്യ ഉറക്കെ പറഞ്ഞു. വെൽ, നൗ ഇറ്റ് ഈസ് ഓൾ ഓവർ ബിറ്റ്വീൻ us. ഐ തോട്ട് ആസ് ഐ ലെഫ്റ്റ് ദ റൂം. എന്നിട്ട് നമ്മുടെ ടോൾസ്റ്റോയ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. വി ഹാവ് ക്വാറൽഡ് ഫോർ ഗുഡ്. നന്നായിപ്പോയി, നമ്മൾ വഴക്കിട്ടത് നന്നായിപ്പോയി എന്നൊക്കെ വിചാരിച്ച് ടോൾസ്റ്റോയ് ആ റൂമിൽ നിന്നും ഇറങ്ങി. ആസ് സൂൺ ആസ് ആഫ്റ്റർനൂൺ ലെസൺസ് വെർ ഓവർ ഐ ലെഫ്റ്റ് ദ റൂം. അന്ന് വൈകുന്നേരം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങി. I was too scared, uncomfortable and ashamed to be alone with my brother. ആ സമയത്ത് എനിക്ക് എൻ്റെ ബ്രദറിനോടൊപ്പം ഒറ്റയ്ക്കായി പോയതിൽ ആകെ ഒരു വിഷമം തോന്നി. I was scared, എനിക്ക് ഭയം തോന്നി. Uncomfortable, എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നി. Ashamed, എനിക്കൊരു നാണക്കേട് തോന്നി. അതിനുശേഷം ആഫ്റ്റർ our history lesson in the evening, I took my exercise books and started towards the door. അപ്പോൾ ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ എക്സസൈസ് ബുക്കും എടുത്ത് മുറിക്ക് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. ആസ് ഐ പാസ്ഡ് വലോദ്യ, ദോ ഐ വാണ്ടഡ് ടു ഗോ അപ്പ് ടു ഹിം ആൻഡ് മേക്ക് ഫ്രണ്ട്സ്. വലോദ്യയുടെ അടുത്തുകൂടി പോയപ്പോൾ എനിക്ക് വലോദ്യയോട് കൂട്ടുകൂടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഐ സ്കോൾഡ് ആൻഡ് പുട്ട് ആൻ ആംഗ്രി എക്സ്പ്രഷൻ. എന്നിട്ട് ഞാൻ വെറുതെ ഒരു നീരസഭാവം കാണിച്ചുകൊണ്ട്, സ്കോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു നീരസഭാവം കാണിക്കുക എന്നാണ്, ഒരു ദേഷ്യത്തിൽ ഒരു എക്സ്പ്രഷനും കാണിച്ചുകൊണ്ട് ഞാൻ നടന്നു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് വലോദ്യ റേസ്ഡ് ഹിസ് ഹെഡ് ആൻഡ് വിത്ത് എ മീനിങ്ഫുൾ സ്മൈൽ ലുക്ക്ഡ് അറ്റ് മീ ഫുൾ ഇൻ ഫേസ്. ആ സമയത്ത് വലോദ്യ തല ഉയർത്തി ഒരു അർത്ഥവത്തായ ഒരു ചിരി ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് തന്നെ നോക്കി. Our eyes met and I knew that he understood me. നമ്മൾ പരസ്പരം കണ്ണുകൾ മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ബ്രദറിന് എൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് സം ഇറസിസ്റ്റിബിൾ ഫീലിംഗ് മെയ്ഡ് മീ ടേൺ അവേ. എന്നിട്ടും എൻ്റെ വാശി കാരണം, എൻ്റെ ഒരു ഇറസിസ്റ്റിബിൾ ഫീലിംഗ്, എനിക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത ആ ഒരു ഫീലിംഗ് കാരണം ഞാൻ തിരിഞ്ഞു പോയി. Nikki, he said in a most natural voice without a scrap of pathos. അപ്പോൾ അവൻ ബ്രദർ വലോദ്യ ടോൾസ്റ്റോയെ വിളിച്ചു നിക്കി.
വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശബ്ദത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ഇവിടെ പാതോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ട് ഒന്നുമില്ലാതെ എന്നാണ്, വിത്തൗട്ട് പാതോസ്. ഡോണ്ട് ബി ക്രോസ് എനിമോർ, ഇനിയും പിണങ്ങിയിരിക്കരുത്. ഫോർഗിവ് മീ ഇഫ് ഐ ഒഫെൻഡഡ് യു ആൻഡ് ഹി ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ്. എന്നിട്ട് പറഞ്ഞു, ഇനിയും പിണങ്ങിയിരിക്കരുത്, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കൈ നീട്ടി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? സംതിങ് ദാറ്റ് കെയിം ഹയർ ആൻഡ് ഹയർ സീംഡ് ടു ബി പ്രസ്സിംഗ് മൈ ചെസ്റ്റ് ആൻഡ് സ്റ്റോപ്പിംഗ് മൈ ബ്രെത്ത് ബട്ട് ദിസ് ഓൺലി ലാസ്റ്റഡ് എ സെക്കൻഡ്. അപ്പോഴത്തേക്കും എന്തോ ഒന്നിങ്ങനെ അണ പൊട്ടി നെഞ്ചിലേക്ക് വരുന്നത് പോലെ ടോൾസ്റ്റോയ്ക്ക് തോന്നി. എൻ്റെ ശ്വാസം ഇങ്ങനെ നിൽക്കുന്നത് പോലെയും ടോൾസ്റ്റോയ്ക്ക് തോന്നി. പക്ഷേ കുറച്ച് സമയം മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ടിയേഴ്സ് കെയിം ടു മൈ ഐസ് ആൻഡ് ഐ ഫെൽറ്റ് ബെറ്റർ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം തോന്നിയത്. ഫോർഗിവ് മീ വൽദ്യ എന്നിങ്ങനെ വിക്കി ഐ സ്റ്റാമേർഡ്. സ്റ്റാമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിക്കി പറയുക എന്നാണ്. എന്നോട് ക്ഷമിക്കൂ വലോദ്യ എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്വീസിങ് ഹിസ് ഹാൻഡ്, അവൻ്റെ കൈ അമർത്തി. വലോദ്യ ലുക്ഡ് അറ്റ് മീ as if he could not make out at all why there should be tears in my eyes. അപ്പോൾ വലോദ്യയ്ക്ക് ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് മനസ്സിലാവാത്തതുപോലെ അവൻ എൻ്റെ വലോദ്യ ലുക്ഡ് അറ്റ് മീ, വലോദ്യ എന്നെ നോക്കി. അപ്പോൾ ഇതോടുകൂടി ഈ നോവലിൻ്റെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ലെസൺ. അപ്പോൾ ഇനി അടുത്ത അടുത്ത PDF ആയിട്ട് ഇതിൻ്റെ നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗ്രാമർ ടഫായിട്ടുള്ള പോർഷൻ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ക്ലാസ് തരുന്നതായിരിക്കും. താങ്ക് യു.